ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുണ്ട തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു നനഞ്ഞ ടവലിൽ തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇപ്പോൾ ഈ അരി നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് അമൃതം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത അരി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരി ഒന്ന് പൊടിച്ചു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഒന്നുകൂടെ ഇത് പൊടിച്ചെടുക്കാം. അരി വളരെ നൈസായി പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ആദ്യം എടുത്തു വച്ച അമൃതം പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അമൃതം പൊടിക്ക് മധുരമുള്ളതാണ്. നമ്മുടെ അരിക്കും തേങ്ങയ്ക്കും വേണ്ടിയുള്ള മധുരം മാത്രം ചേർത്താൽ മതിയാകും. ശർക്കരപ്പാനി നേരത്തെ ഞാൻ ഉരുക്കി വച്ചിരുന്നതാണ്. അത് അല്പം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അല്പം മധുരം കുറവാണ്. അതുകൊണ്ട് ഒരല്പം കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. കൈകൊണ്ട് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു അരിയുണ്ടയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മുഴുവൻ ഇപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.